ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജീഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ വെണ്ടക്ക വെച്ചിട്ടുള്ള ഒരു തൈര് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 250 ഗ്രാം വെണ്ടക്ക ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം, കുറച്ച് ചെറിയുള്ളി, കറിവേപ്പില, ഒരു 3-4 വെളുത്തുള്ളി, അതേപോലെ കുറച്ച് ഇഞ്ചിയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കറി ഉണ്ടാക്കാനായി സ്റ്റവ് വെച്ച ശേഷം പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും അതിനോടൊപ്പം തന്നെ വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളം ഒട്ടും ഒഴിക്കാതെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അതിലേക്ക് കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും തൈര് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടെ ഞാൻ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് തൈരും കൂടെ ബീറ്റ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായാൽ മതി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ തൈര് ചേർത്തിട്ടുള്ള വെണ്ടയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. ചോറിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അവസാനം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മളിതെല്ലാം വാട്ടിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വീണ്ടും താളിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മറ്റു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.